നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹസഹായത്തിൻ്റെ കാരുണ്യസ്പർശവുമായി സമരിയാൻ എന്ന് കടന്നു ചെല്ലുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ പെരിങ്കടവിള ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്നേഹഭവൻ വീട്ടിൽ താമസിക്കുന്ന സ്വപ്നമോളുടെ അടുത്തേക്കാണ്. പഠനകാലത്തിൽ അവളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഏറ്റവും മികച്ച മിടുക്കിയായ കുട്ടിയായിരുന്നു സ്വപ്നമോൾ. 8-ാം ക്ലാസ്സിലെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നിരന്തരമായി ഛർദിലിൽ തുടങ്ങിയ കിഡ്നി രോഗത്തിൻ്റെ ഈ ലക്ഷണം കണ്ടു തുടങ്ങിയത്. ഈ അസുഖത്തെ തുടർന്നുണ്ടായ ചികിത്സയിലൂടെ വിവിധ ടെസ്റ്റുകൾ നടത്തിയപ്പോഴാണ് ഈ കുഞ്ഞിൻ്റെ 2 വൃക്കകളും പ്രവർത്തനരഹിതമാണെന്നുള്ള സത്യം ഇവർ തിരിച്ചറിയുന്നത്. എൻ്റെ പേര് ഷീജ എന്നാണ്. ഞാൻ സ്വപ്നമോളുടെ അമ്മയാണ്. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത മോളുടെ പേര് സ്നേഹ, രണ്ടാമത്തെ കുഞ്ഞ് സ്വപ്ന. എൻ്റെ ഇളയ മോളിപ്പോൾ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്. ഓട്ടോ ഓടിയാണ് ഞങ്ങൾ നിത്യവൃത്തി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു വരുമ്പോൾ 8-ാം ക്ലാസ് മുതൽ എൻ്റെ സ്വപ്ന മോൾക്ക്, അവൾ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ മിടുക്കിയായിരുന്നു. അവളായിരുന്നു ക്ലാസ്സിലെല്ലാത്തിനും ഫസ്റ്റ്. നല്ല പഠിക്കുന്ന മോളായിരുന്നു. അങ്ങനെ 8-ാം ക്ലാസ്സിൽ വെച്ച് അവൾക്ക് നിരന്തരമായിട്ട് ഛർദിലും യൂറിൻ ഇൻഫെക്ഷനായിട്ട് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകും. അവിടുത്തെ മെഡിസിനൊക്കെ കഴിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല പൂർണ്ണമായിട്ട് കുറവാകും. പക്ഷേ വീണ്ടും 2 മാസം ആകുമ്പോൾ വീണ്ടും മോൾക്ക് ഭയങ്കര ഛർദിലും പനിയും ഭയങ്കര അസ്വസ്ഥതകളൊക്കെ ആയി. അങ്ങനെ നിരന്തരം എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോകും. അങ്ങനെ മോൾക്ക് ക്രിയാറ്റിൻ 1.9 ടെസ്റ്റ് ചെയ്തപ്പോൾ, അപ്പം നെയ്യാറ്റിൻകരയിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ എത്രയും വേഗം ഒരു നെഫ്രോളജി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഹസ്ബൻഡ് ഓട്ടോ ഓടിയാണ് ജീവിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരു ഓട്ടോ ഓടിയ 2 കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുവാനോ ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ കുഞ്ഞ് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 4 വർഷം കൊണ്ട് ഞാൻ കുവൈറ്റിലായിരുന്നു. കുവൈറ്റിൽ ഹോം കെയർ ആയിരുന്നു. കുവൈറ്റിലൊരു വീട്ടിൽ ഒരമ്മച്ചിയെ നോക്കുന്ന ജോലിയായിരുന്നു എനിക്ക്. അങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഞാൻ നാട്ടിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ സജീവ് എന്ന് പറഞ്ഞ നെഫ്രോളജി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുഞ്ഞിൻ്റെ വൃക്കയുടെ ഒരു വൃക്ക കുറച്ച് വീർത്തിയാണ് ഇരിക്കുന്നത്. അത് ഒരു 2 വർഷത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കുഞ്ഞിന് നല്ലതുപോലെ സുഖമാകും, പേടിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വർഷം വരെ മോള് മെഡിസിനൊക്കെ കഴിച്ചു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പനി ഛർദിലൊക്കെ ആയിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ 2 വൃക്കയും ഫെയിലായി. ഓട്ടോ ഡ്രൈവറായ വിജയകുമാറും ഭാര്യ ഷീജയും 2 മക്കളും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിന് 2 വൃക്കകളും നഷ്ടപ്പെട്ടുവെന്ന രോഗവിവരം ഇവർ അറിയുന്നത്. സ്വപ്നമോളുടെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയപ്പോൾ ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ തന്നെ താളം തെറ്റി. ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ വൃക്ക മാറ്റി വയ്ക്കണം, അല്ലാതെ അവളെ ജീവൻ നിലനിർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു.
ഞങ്ങളെ കുടുംബത്തിൽ ആർക്കും ഇങ്ങനെ കിഡ്നി ഫെയിലോ മാരകമായ ഒരു അസുഖമോ ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ പൊന്നുമോടെ വൃക്ക ഫെയിലായപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു പോയി. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്കൊന്നുമില്ല. ചോർന്നൊലിക്കുന്ന ഒരു വീട് 8 സെൻറ്റ് സ്ഥലം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ എൻ്റെ മോളുടെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വൃക്ക എൻ്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി തയ്യാറായി. പക്ഷേ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു ചാരിറ്റി വീഡിയോ ചെയ്തു. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും സഹായിച്ചിട്ട് ഈ 2023 ജൂലൈ 14 എൻ്റെ കുഞ്ഞിൻ്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. അന്ന് ഞാനാണ് വൃക്ക കൊടുത്തത്. പക്ഷേ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് 3 മണിക്കൂറായപ്പോൾ തന്നെ വെച്ച വൃക്കടിയിൽ റിജക്റ്റായിപ്പോയി. ഞാൻ ആകെ തകർന്നു പോയി. കാരണം എൻ്റെ കുഞ്ഞിന് ഡയാലിസിസ് പോലും വീക്കിലി 3 ദിവസം ഉണ്ട്. അതുപോലും അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവൾ പല പ്രാവശ്യവും ഡയാലിസിസ് സെൻ്ററിൽ നിന്ന് കുഴഞ്ഞ് വീണാണ് വരുന്നത്. അങ്ങനെ റിജക്റ്റായി. 3-ാമത്തെ ദിവസം വെച്ച വൃക്ക വീണ്ടും വലിയൊരു സർജറി ചെയ്താണ് അത് പുറത്തെടുത്തത്. അങ്ങനെ എൻ്റെ കുഞ്ഞ് ഒരുപാട് കഷ്ടം അനുഭവിച്ചു. ഇപ്പം അന്ന് മുതൽ വീണ്ടും എൻ്റെ കുഞ്ഞിന് 3 ഡയാലിസിസ് ഉണ്ട് വീക്കിലി. 45 കിലോ വെയിറ്റുള്ള കുഞ്ഞിന് ഇപ്പോൾ വെറും 34 കിലോ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ആഴ്ചയിൽ 3 ഡയാലിസിസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഓട്ടോറിക്ഷ ഓടിയും പിന്നെ നാട്ടുകാരൊക്കെ കൂടെ സഹായിച്ചാണ് ഞങ്ങളിപ്പോൾ ആ ഡയാലിസിസ് വരെ ചെയ്യുന്നത്. പഠനകാലത്ത് വിദ്യാലയത്തിലെ 1-ാം സ്ഥാനം സ്വപ്നമോൾക്കായിരുന്നു. പഠനത്തോടൊപ്പം കലാപരമായ കഴിവുകളും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും സ്നേഹവും എല്ലാം കൊണ്ടും ആ വിദ്യാലയത്തിലെ ഏറ്റവും മിടുക്കിയായിരുന്നു സ്വപ്നമോൾ. എൻ്റെ പേര് വിജയകുമാറാണ്. ഞാൻ സ്വപ്നയുടെ ഫാദറാണ്. 2 വർഷം കൊണ്ട് എൻ്റെ മോൾക്ക് കിഡ്നിയുടെ രോഗത്താൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. എനിക്ക് 2 പെൺമക്കളുണ്ട്. മൂത്താളുകൾ പേര് സ്നേഹയും, 2ാമത്തെ ആളാണ് സ്വപ്ന. അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ കുടുംബമായി സന്തോഷമായി ജീവിക്കുന്ന സമയത്താണ് എൻ്റെ മോൾക്ക് ഈ അസുഖം വരികയും ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോവുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ആ ഓട്ടോ ജീവിക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ അവസ്ഥ വന്നത്. വളരെ സാമ്പത്തിക നിരക്കും വളരെ ബുദ്ധിമുട്ടിലായിരുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ മോളെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ മോളെ കിഡ്നി ഫെയിലാവുകയും ചെയ്തു. അങ്ങനെ പുതിയ കിഡ്നി വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയും അതിനുവേണ്ടി പലവരിടത്തും ഞങ്ങൾ യാചിക്കുകയും പലയിടത്തും സംസാരിക്കുകയും ചെയ്തു. പലരും സഹായിച്ചു. പലരും സഹായം കൊണ്ട് ഞങ്ങൾ കിഡ്നി മോൾക്ക് മാറ്റിവെച്ചു. എൻ്റെ വൈഫാണ് കിഡ്നി കൊടുത്തത്. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് മാറി കിംസ് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ഈ സർജറി ചെയ്തത്. 10-20 ലക്ഷം രൂപയോളം മുടക്കി ഞങ്ങൾ ചെയ്തു. എന്നാൽ അത് പ്രയോജനപ്പെട്ടില്ല. എന്ത് കാര്യമെന്ന് അറിയത്തില്ല. അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ മോളെ കിഡ്നി റിജിറ്റായിപ്പോയി. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിജിറ്റായി പോവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ റീ ഓപ്പൺ ചെയ്തിട്ട് പോലും മോളെ കിഡ്നി നേരാക്കാൻ പറ്റിയില്ല. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് റിജിറ്റായി എന്നറിയുന്നു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും മോളെ ഓപ്പറേഷൻ ചെയ്ത് ആ കിഡ്നി പുറത്തെടുത്തു. അങ്ങനെ വളരെ ഭാരപ്പെട്ട് എൻ്റെ കുഞ്ഞ് വളരെ ഭാരപ്പെട്ടില്ല. ഭാര്യ അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഈ സർജറി ചെയ്തത്. അത് ഞങ്ങൾക്ക് ഒന്നും ആയിത്തീർന്നില്ല. അങ്ങനെ വളരെ നിരാശയോടെ ഞങ്ങൾ വീണ്ടും ആയിരിക്കുന്നു. ഇപ്പം നമുക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 3 ഡയാലിസിന് വേണ്ടി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഈ ഓട്ടോ ഓടുന്ന പൈസ കൊണ്ടും മറ്റു ചിലവർ സഹായിക്കുന്നത് കൊണ്ടും നാട്ടുകാരുടെ സഹായം കൊണ്ടൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇനി അടുത്തൊരു സർജറി ചെയ്യാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ കയ്യിലൊന്നും തന്നെ ഇല്ല. ഞങ്ങൾ അടുത്ത സർജറി ചെയ്താൽ മാത്രമേ എൻ്റെ മോൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂ. എൻ്റെ മോളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ച് വേണമെങ്കിൽ അവൾക്ക് നല്ലൊരു കിഡ്നി വെച്ച് അവൾ സർജറി ചെയ്ത് നല്ല മെഡിക്കായി വരാൻ വേണ്ടി എല്ലാവരും ഞങ്ങൾ നാട്ടുകാർ ഞങ്ങളെ സുഹൃത്തുക്കളും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ ദൈവമക്കളും എൻ്റെ കുഞ്ഞിനെ സഹായിക്കണം. നിങ്ങളൊരു മോളെ പോലെ ഓർത്ത്, നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞിനെ പോലെ ഓർത്ത് നിങ്ങളെല്ലാവരും സഹായിക്കണം. എന്നാൽ പെട്ടെന്നൊരു നാൾ ഇരുവൃക്കകളും പ്രവർത്തനം നിലച്ചുപോയ ഒരു രോഗിയാണ് താനെന്നറിഞ്ഞതോടെ സ്വപ്നമോളുടെ ഭാവി ജീവിതത്തെപ്പറ്റിയുള്ള എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു.
ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഞങ്ങൾക്ക് അടുത്തൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്തേ മതിയാവൂ. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ ഒരു ഡോണറിനെ കിട്ടിയിട്ടുണ്ട്. കൊല്ലത്തുള്ള സന്ധ്യ എന്ന് പറയുന്നൊരു സ്ത്രീയാണ് എൻ്റെ കുഞ്ഞിന് വൃക്ക കൊടുക്കുന്നത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും ലീഗൽ പരമായിട്ടുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പം ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഏകദേശം 30 ലക്ഷം രൂപയോളം വേണം ഈ സർജറിക്ക്. ഞങ്ങളെ കൊണ്ട് താങ്ങാൻ സാധിക്കില്ല. ആദ്യം തന്നെ എല്ലാവരും സഹായിച്ചിട്ടാണ് ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞത്. അതിൽ തന്നെ എൻ്റെ വൃക്കയും നഷ്ടപ്പെട്ടു, 10-20 ലക്ഷം രൂപയും പോയി. എൻ്റെ കുഞ്ഞിന് അത് ഉപകാരപ്പെട്ടുമില്ല. എൻ്റെ വൃക്ക പേരിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല, പക്ഷേ എൻ്റെ കുഞ്ഞിന് അത് ഉപകാരപ്പെട്ടില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഇന്നും സഹിക്കാൻ വയ്യാത്ത വേദനയാണ്. പക്ഷേ ഇനി അടുത്ത ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ 30 ലക്ഷം രൂപയാകും. ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ഈ ജനുവരി 30 അവർ ഡേറ്റ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഡേറ്റ് തന്നാൽ ഞങ്ങൾക്ക് സർജറിക്കുള്ള പൈസയൊന്നുമില്ല. അതുകൊണ്ട് നല്ലവരായ ജനങ്ങളും പ്രവാസികളും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണം. നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ കഴിയുള്ളൂ. എൻ്റെ കുഞ്ഞിൻ്റെ സർജറിക്ക് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായം തന്നു എൻ്റെ കുഞ്ഞിനെ. ഇനി എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോയി ഓടി ചാടിയൊക്കെ നടക്കുന്ന എനിക്ക് കാണണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കുഞ്ഞിനെ സഹായിക്കണം. ഓട്ടോ ഡ്രൈവറായ വിജയകുമാറും ഭാര്യ ഷീജയും സ്വപ്നമോളുടെ തുടർ ചികിത്സയ്ക്കായി ഒരുപാട് അലഞ്ഞു. സ്വന്തം കുഞ്ഞിൻ്റെ ഈ രോഗാവസ്ഥ മൂലം കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലും മാനസിക വിഷമത്തിലും ഇവർ ഓരോ ദിവസവും എണ്ണി കഴിയുന്നു. ഗ്രാമപഞ്ചായത്തിലെ 9ാം നമ്പറായ ചുള്ളിയൂർ വാർഡിലെ മെമ്പറാണ് ഞാൻ. വിജയകുമാറിനെയും ഷീജയും 18 വർഷം കൊണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്ന എൻ്റെ വളരെ സ്ഥിര താമസക്കാരുമാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബവും വിജയകുമാർ ഓടിയാണ് ആ കുടുംബത്തെ പോറ്റി വരുന്നത്. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്. ഇളയ മകളായ സ്വപ്ന മോൾക്ക് അവളുടെ 2 കിഡ്നി ഫെയിലായി. ജൂലൈ 14-ാം തീയതി അവളുടെ അമ്മ ഷീജയുടെ കിഡ്നി കൊടുത്ത് കിഡ്നി ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കിഡ്നി അവിടെ അവർക്ക് യോജിക്കാതെ വരികയും ഇപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്ത് വരികയാണ്. വീണ്ടും ഓപ്പറേഷൻ വീണ്ടും കിഡ്നി മാറ്റി വയ്ക്കണത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ 30 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് ഇട്ടിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭീമമായ തുക വളരെ ഭാരിച്ചതാണ്. ഈ കുഞ്ഞുമോളുടെ ജീവനം നിലനിർത്തണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തികമായ സഹായം ചോദിക്കുകയും ഈ വീഡിയോ കാണുന്നവർ പരസ്പരം നിങ്ങളുടെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ഷെയർ ചെയ്ത് ഈ കുടുംബത്തെ ധനസഹായം നൽകി സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്കൂൾ പഠനകാലത്ത് ഒരു പൂമ്പാറ്റയെപ്പോലെ പാറിപ്പറന്നു നടന്ന സ്വപ്നമോളുടെ ആ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ അവരിന്നും കണ്ണീരോടെ ഓർക്കുന്നു. കനവിൽ വന്നവാർ തിങ്കളെ എൻ മനമാകെ നിറയുന്നു നീ. മോളെട്ടി എന്തിനാ നമ്മൾ സിന്ദൂരം ഇടുന്നത്? കേട്ടിട്ടില്ലേ? ഇവിടെ ഇങ്ങനെ റെഡ് പൊട്ടിടുന്ന കണ്ടിട്ടുണ്ടോ? കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ, തലമുടി. കാണുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ, ഹെറിഡിറ്ററി. ഏയ്, ആ എന്നെ ഞാൻ തേക്കില്ല. നല്ല കാച്ച. ഓണം വന്നു തിരുവോണം ഇനി ആഘോഷത്തിന്റെ നാളായി. ഓണം വന്നു തിരുവോണം ഇനി ആഘോഷത്തിന്റെ നാളായി. എന്റെ മാലാക കുട്ടിക്ക് നിനക്ക് ചിരിക്കാൻ കാരണങ്ങളുണ്ടാകട്ടെ. ആ കാരണങ്ങൾ നിനക്ക് അവസാനിക്കാതിരിക്കട്ടെ. എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. ലൈഫ് ഓഫ് ക്രൈസ്റ്റ് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പാസ്റ്ററാണ്. ഞങ്ങളുടെ വർക്ക് നെയ്യാറ്റിൻകരയിലാണ് നടക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി സ്വപ്നമോളും കുടുംബവും എൻ്റെ സഭയിലെ അംഗമാണ്. നമ്മളൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു.
എന്നാൽ കഴിഞ്ഞ വർഷം സ്വപ്നമകളുടെ 2 കിഡ്നിയും ഫെയിലായതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നില്ല. പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറയുകയും 30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സാമ്പത്തികമില്ലാത്തത് കാരണം സ്വപ്ന മകളുടെ അമ്മയാണ് മകൾക്ക് കിഡ്നി കൊടുത്തത്. ബാക്കി ഒത്തിരി സാമ്പത്തികം ഉണ്ടായിരുന്നതെല്ലാം ഉപയോഗിച്ച് ഓപ്പറേഷൻ ചെയ്തു. എങ്കിലും ഓപ്പറേഷൻ റിജക്റ്റായി പോയി. എന്നാൽ ഇപ്പോൾ സ്വപ്ന മകളുടെ അമ്മയ്ക്ക് കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി. മകളുടെ അസുഖത്തെ ഭേദമാക്കി എടുക്കാൻ കഴിയാത്ത വളരെ ഭാരത്താലും വളരെ നിരാശയിലുമായിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. അതിനുള്ള വളരെ സാമ്പത്തികമൊക്കെ ഒന്നുമില്ലാത്തൊരു സാഹചര്യമാണ്. സ്വപ്നമകളുടെ പപ്പ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഓട്ടോ ഓട്ടിച്ചിട്ടാണ് ആ കുടുംബം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിനെ തുടർന്ന് ഞങ്ങളുടെ ദേശം മൊത്തം വളരെ ഭാരത്തിലും എല്ലാവരും വളരെ അധികം ദുഃഖിക്കുന്ന ഒരു വലിയ ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ മകൾക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്നും 30 ലക്ഷം രൂപ വേണമെന്നും പറയുന്നൊരു സാഹചര്യമാണ്. എന്നാൽ അവരുടെ ഫാമിലിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ആർക്കും കഴിയാത്ത ഫാമിലിയാണ്. ദേശക്കാർ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സ്വപ്നമോൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായങ്ങളെ ചെയ്ത് ആ കുടുംബത്തെ രക്ഷിക്കണമെന്ന് ഞാൻ ആത്മാവിൽ അപേക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം തന്നെ കൈവിടില്ലെന്നും പഴയ ജീവിതത്തിലേക്ക് താൻ തിരികെ വരുമെന്നും പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് മിടുക്കിയായി പഠിച്ച് മുന്നേറുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് സ്വപ്നമോൾ ഇന്നും ജീവിക്കുന്നത്. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് നെടുമങ്ങാട് എന്ന സ്ഥലത്താണ്. ഇവിടെ താമസിക്കാൻ കാരണം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് 3 ഡയാലിസിസിന് പോകണം കിംസ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഇവിടെ നിന്ന് അടുത്താണ്, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. പക്ഷേ ഈ വീട്ടിൻ്റെ വാടകയും ചിലവും ഒക്കെ നടത്തുന്നത് ഇപ്പോൾ എൻ്റെ സഹോദരിയാണ്. അവൾ കുവൈറ്റിൽ ഹോം കെയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഒരു അമ്മച്ചീനെ നോക്കുകയാണ് ഒരു വീട്ടിൽ. അതുകൊണ്ട് അവരുടെ സഹായം കൊണ്ടാണ് ഈ വീട്ടിലെ വാടകയൊക്കെ കൊടുക്കുന്നത്. എൻ്റെ വീടാണെങ്കിൽ താമസിക്കാൻ സൗകര്യമുള്ളൊരു വീടല്ല. അവിടെ മഴ പെയ്ത വീടൊക്കെ നനയുന്ന ഒരു വീടാണ്, ചോർന്നൊലിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത സർജറിക്ക് വേണ്ടി സഹായിക്കണം. സമരിയാൻ എന്ന ഈ പ്രോഗ്രാം കാണുന്ന സന്മനസ്സുള്ളവരും കരുണയുള്ളവരുമായ ദൈവസ്നേഹം നിറഞ്ഞ നല്ല മനുഷ്യർ ഈ കുടുംബത്തിന് വേണ്ടി കൈകോർക്കട്ടെ, ഇവരെ സഹായിക്കട്ടെ. സ്വപ്നമോൾക്ക് പുതിയൊരു ജീവിതം നൽകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊപ്പം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TV-യിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ഫിലോമിനയ്ക്കും മറിയാമ്മയ്ക്കും വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് അവരുടെ സഹോദരി റോസിയാണ്. അവർ 3 സഹോദരിമാർ വിവാഹം കഴിച്ചിട്ടില്ല, തനിച്ചാണ് താമസിക്കുന്നത്. അവർ 3 പേരിൽ 2 പേരും കിടപ്പ് രോഗികളാണ്, ഫിലോമിനയും മറിയാമ്മയും. ഒരാൾക്ക് ക്യാൻസർ രോഗമാണ്, മറ്റേയാൾക്ക് 4 പ്രാവശ്യം സ്ട്രോക്ക് വന്ന് എഴുന്നേൽക്കാൻ പാടില്ലാതെ കട്ടിലിൽ തന്നെ കിടപ്പാണ്. അവർക്ക് പ്രത്യേകിച്ച് വരുമാന മാർഗമൊന്നുമില്ല. സർക്കാരിൽ നിന്ന് കിട്ടുന്ന അരിയും പിന്നെ മറ്റുള്ളവരുടെ സഹായങ്ങൾ കൊണ്ടൊക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത്. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇവരെക്കുറിച്ച് അറിയാനിടയായപ്പോൾ ഗുഡ്നസ് TV-യിലൂടെ പരസ്യപ്പെടുത്തുകയും അതുവഴിയായിട്ട് ഗുഡ്നസ് TV-യുടെ നല്ലവരായ പ്രേക്ഷകർ
വളരെ ഔദാര്യപൂർവ്വം സഹായിക്കുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴും 1,80,000 രൂപയുടെ സഹായനിധി അവർക്ക് കൊടുക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. ഈ അവസരത്തിൽ ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകരെയും നന്ദിയോടെ സ്മരിക്കുകയും നിങ്ങളെല്ലാവരുടെയും പേരിൽ ഈ ചികിത്സാ സഹായ നിധി ശ്രീമതി റോസിയെ ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകരെയും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തുക സമാഹരിച്ച് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഗുഡ്നസ് ടിവിയിലൂടെ ഞങ്ങൾ ഇവരെക്കുറിച്ച് നിങ്ങളെ അറിയിച്ചപ്പോൾ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ അതിനോട് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചതുകൊണ്ടാണ്. ഞങ്ങൾക്കറിയാം ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകരെല്ലാവരും വലിയ സമ്പന്നരോ അല്ലെങ്കിൽ ഉന്നത ജോലിക്കാരോ ഒന്നും അല്ല എന്നുള്ള കാര്യം. വെറും സാധാരണക്കാരായ മനുഷ്യരുടെ ചെറിയ ചെറിയ സംഭാവനകൾ കൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിച്ച് കൊടുക്കുന്നതിനായിട്ട് ഞങ്ങൾക്ക് ഇടയായത്. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി എന്നെ ഫോണിൽ വിളിച്ചു. അവർ എന്നോട് പറഞ്ഞത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ അടുപ്പിച്ച് കിട്ടിയത് കൊണ്ട് കുറച്ച് കാശ് ഗുഡ്നസ് ടിവിക്ക് തരാനായിട്ട് ആഗ്രഹമുണ്ട്, വീട്ടിൽ ചെല്ലാമോ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, വീട്ടിൽ വരാനായിട്ട് സൗകര്യമില്ലല്ലോ, ആരോഗ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സഹോദരി എന്നെ തേടി ഇവിടെ വന്ന് ആ തുക ഏൽപ്പിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് എനിക്ക് തരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടല്ല, മറിച്ച് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കണ്ടപ്പോൾ, വേദനകൾ കണ്ടപ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇതിനായിട്ട് നൽകുന്നത് എന്ന്. ഇങ്ങനെയുള്ള ആളുകളുടെ നല്ല മനസ്സുകൊണ്ടും മനോഭാവം കൊണ്ടുമാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഇതുവഴിയായി അനേകരെ സഹായിക്കുന്നതിനും സാധിക്കുന്നത്. ഈ അവസരത്തിൽ ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങളുമായിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കും എന്നുള്ള ഉറപ്പാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് ശക്തി നൽകുന്നത്. നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെ വിജയവും നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ സഹോദരിമാർക്ക് കുടുംബം അറിഞ്ഞ് സഹായിച്ച എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.